ഹലോ ഗൈസ്, നമ്മൾ കൊതുക് വല ഒരു കൂടാര രൂപത്തിൽ മോസ്കിറ്റ് എന്നിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൽ 500 റുപ്യ റേഞ്ച് തൊട്ട് ഒരു 1000 റുപ്യ റേഞ്ച് വരുന്നത്. ഇത് 1000 റുപ്യ റേഞ്ച് വരുന്നതാണ്. ക്ലാസിക് എന്ന കമ്പനി. ക്ലാസിക് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇതിൽ കുറഞ്ഞത് ഒരു 400, 500, 600 റേഞ്ചിലും കിട്ടും. അതിലാകുമ്പോൾ ക്വാളിറ്റി കുറച്ച് കുറയും. ഇതാകുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും, സ്പീഡ് നിൽക്കും. ഇതിൽ സ്റ്റാറും വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു 30 സ്റ്റാർ ഉള്ളത് അല്ലെങ്കിൽ നോക്കിയാലും മനസ്സിലാവും. പിന്നെ ഓരോ ബെഡിനും ഓരോ സൈസ് കണക്കിലാണ്. അതിൻ്റെ കൂടെ തന്നെ 30 സ്റ്റാർ ഫ്രീ എന്നുള്ള കണക്കിലാണ്. അതും കൂടിയിട്ടാണ് 1000 റുപ്യ റേഞ്ചിൽ കിട്ടുക. എന്നിട്ട് നമ്മൾ ഒരു വൃത്താകൃതി മോഡലിൽ മടക്കി വെച്ചിട്ടാണ് ഉണ്ടാവുക. ഈ സ്റ്റാറും സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹോൾസും കാര്യങ്ങളും വന്നാൽ അത് ആ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർ ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ കാറ്റലോഗ് വരുന്നുണ്ട്. ആ കാറ്റലോഗിൽ നിങ്ങൾക്ക് മടക്കേണ്ട രീതിയും കാര്യങ്ങളെല്ലാം അതിൽ ചിത്രരൂപത്തിൽ കാണിക്കുന്നതാണ്. ഈ വൃത്താകൃതിയുള്ള ഈ സാധനം ഇതിൻ്റെ ആ സൈഡിലുള്ള ഈ ഒരു റബ്ബർ ബാൻഡ് പോലെ സംഭവമുണ്ട്. അത് നിവർത്തി വെക്കുക. ഇത് നിവർത്തി വെക്കുന്നേരം കുറച്ച് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇതൊരു ബെൻഡാക്കി വെക്കുന്ന സാധനം. അത് പെട്ടെന്ന് ചിലപ്പം നമ്മൾ തലയിലോ കണ്ണിലായിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടങ്ങാറുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഷീറ്റ് രൂപത്തിലുണ്ടാവും. അത് നിവർത്തിയെടുത്ത് കഴിഞ്ഞാൽ എന്താവും, ഒരു കൂടാര രൂപത്തിൽ ഇതിൽ കണ്ടാൽ മനസ്സിലാവും. നിവർത്തി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഓരോ സൈഡിലും റബ്ബർ ബാൻഡായിട്ടുണ്ടാവും. അത് സംബന്ധിച്ചാൽ ബെഡിൻ്റെ ഉള്ളോട്ടാക്കിയിട്ട് അട കുടുക്കി വെക്കുക. ഇതേപോലെ ഉള്ളോട്ടേക്ക് കയറ്റി സെറ്റാക്കി വെക്കുക. ഈ സിബിൻ്റെ മുൻഭാഗം കുറച്ച് പുറത്തോട്ടേക്ക് മുമ്പോട്ടേക്ക് ആവുന്ന വിധത്തിലാണ് ഇത് മടക്കി റെഡിയാക്കി വെക്കേണ്ടത്. നിങ്ങൾ കാണുന്നുണ്ടാവും. എന്നുവെച്ചാൽ സിബ് തുറക്കാനും പൂട്ടാനും കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ 4 സൈഡിലുള്ള എലാസ്റ്റിക് എല്ലാം നമ്മളെ ബെഡിൻ്റെ ഉള്ളിലോട്ട് സെറ്റാക്കി എന്ത് ചെയ്യണം, എല്ലാ ഭാഗവും ക്രോസ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ സംഭവം ഓക്കെ. കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിയിൽ കണ്ട ഉള്ളോട്ടേക്ക് കയറി നല്ല മടങ്ങിയ വിധത്തിൽ സെറ്റാക്കി വെക്കുക 4 ഭാഗത്തും. നമ്മളെ ബെഡിൻ്റെ ആ സൈസിന് വേണ്ടി ഒരു പൊടിക്ക് വലുതാക്കിയിട്ടാണ് ഏറ്റവും നല്ലത്. ഈ സ്റ്റാറാണ് ഇതിൽ ഹോൾസ് കിടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ 2 സെറ്റ് സ്റ്റാറുണ്ട്, ഫ്രണ്ടും ബാക്കും. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ഹോൾസിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിബ് തുറന്നിട്ട് അതിൽ തന്നെ മടക്കി വെക്കാനുള്ള സെറ്റപ്പ് ഇതിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ 2 സൈഡിൽ മുകളിൽ ഒരു കൊളുത്ത് പോലെ സംഭവം കാണാൻ പറ്റും. ആ കൊളുത്തിൽ മുമ്പത്തെ ആ സാധനവും ബേക്കത്തെ അതും കൂടി കൊളുത്ത് സെറ്റാക്കി ഇട്ടാൽ എന്ത് ചെയ്യാം, അവിടെ ഹോൾഡാക്കിയിട്ട് വെക്കാൻ പറ്റും. 2 സൈഡിലും വരുന്നുണ്ട്. ഇത് എൻ്റെ ഏറ്റവും ചെറിയ സൈസാണ് ഇതിലെടുത്തത്. കാരണം എൻ്റെ ബെഡ് അത്ര വലുപ്പമാണ്. പിന്നെ കിങ് സൈസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വലുപ്പം കൂടുതലെടുക്കണം. കിങ് സൈസ് വരുന്നുണ്ട്, ക്യൂൻ സൈസ് വരുന്നുണ്ട്, ഡബിൾ ബെഡ് വരുന്നുണ്ട്, സിംഗിൾ ബെഡ് വരുന്നുണ്ട്, പല സൈസും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ ബെഡിൻ്റെ അളവ് കറക്റ്റ് എടുത്ത് അതിലൊരു പൊടിക്ക് വലുത് നോക്കി എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. 1500 റേഞ്ചുള്ള ബെഡ് നെറ്റാണ് വരുന്നത്. ഇപ്പോൾ റേറ്റ് കുറഞ്ഞതാണ്. ക്ലാസിക് എന്ന കമ്പനിയാണ് ഇതിൽ ഏറ്റവും മുന്തിയതായിട്ട് വരുന്നത്. പിന്നെ വേറെയും പല കമ്പനിയും ഉണ്ട്, ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ സുഖമായിട്ട് ക്ലോസ് ചെയ്യുക. അത് 2 സിമ്മാണ് വരുന്നത്. സ്റ്റീൽ ടൈപ്പ് സ്റ്റിപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് മടക്കി വെക്കുകയും ചെയ്യാം. മടക്കി വെച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇത് മടക്കി ഇപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യാം, അത് നിവർത്തി വെച്ചിട്ട് അത് നടുവിലോട്ടേക്ക് മടക്കി വെക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഷീറ്റ് രൂപത്തിലേക്ക് മാറും. ആ ഷീറ്റ് രൂപത്തിലേക്ക് സംഭവം വെച്ചാൽ നിവർത്തി റെഡിയാക്കി വെച്ച് അത് എന്ത് ചെയ്യണം, ഇതേപോലെ റെഡിയാക്കി ലെവലാക്കി വെക്കുക. എന്നിട്ട് 2 സൈഡും പിടിച്ച് അതിൽ ഒരു സൈഡിൽ നിന്ന് കുറച്ചൊന്ന് ക്രോസ് ആക്കിയിട്ട് ഒരു മടക്കി ഒരു 2 കഷ്ണം പോലെ, അതിൽ ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതായിട്ടുണ്ടാവുക. അപ്പോൾ ചെറുത് റെഡിയാക്കി ലെവലാക്കി വെക്കുക. വലിയ ഭാഗം കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടി മടക്കി സെറ്റാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കുക. ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ടയർ രൂപത്തിൽ ഒരു വൃത്താകൃതിയിൽ റെഡിയായി വരും. അതാകുമ്പോൾ നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാം, മടക്കി വെക്കുകയും ചെയ്യാം. അതാകുമ്പോൾ വേറെ സ്റ്റിക്കോ കാര്യങ്ങളൊന്നും വേണ്ട. അതിൻ്റെ അറ്റത്തുണ്ട് ഒരു റബ്ബർ ബാൻഡ് സംഭവം,
അതുകൊണ്ട് അതിന് ലോക്കാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ബാഗ് ഉണ്ടാവും, ആ ബാഗിലേക്ക് തന്നെ തിരിച്ച് വെക്കുകയും ചെയ്യുക. ബാഗ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും മടക്കി സേഫായിട്ട് വെക്കുക. നിങ്ങൾ എപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കമൻറ്റും ഇടുക, എല്ലാവർക്കും ഷെയർ